ഇന്ന് രാവിലെ പള്ളിയിൽ നിന്ന് സുബഹിസ്കരിച്ച് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഉടനെ വന്നൊരു ഫോണ്, ഇന്ന് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചില്ല, ഒരാട് മാത്രമേ ഉള്ളൂ, വേറൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ശരി, ഞാൻ കുറച്ച് മീൻ കൊടുത്തേക്കട്ടോ. സത്യത്തിൽ ഇന്നിവിടെ വരുന്ന ആളുകൾക്ക് മീൻ തരാമെന്നും ആട്ടിറച്ചി കൊടുക്കാന്നുള്ളതും ഫ്രൂട്ട്സ് കൊടുക്കാനൊക്കെ കിറ്റ് കൊടുക്കാനൊക്കെ ആളുകൾ വിളിച്ചു തരുന്നൊരു സമയം. സാന്ദർഭികമായിട്ട് 30-ാം കൊല്ലത്തേക്ക് കിടക്കുന്ന സമയത്തുള്ളൊരു കാര്യം ഓർക്കണം. 30-ാം കൊല്ലത്തിലേക്ക് ഇങ്ങോട്ട് കിടക്കണം എന്ന് പള്ളിയിൽ ഇതിങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ 30-ാമത്തെ കൊല്ലത്തേക്ക് കിടക്കാനും ആയുസ്സും ആരോഗ്യമൊക്കെ തന്നല്ലോ, അൽഹംദുലില്ലാ എന്നൊരു പള്ളിയിൽ കുറച്ചേരം ഇരുന്ന് പഠിച്ചുകൊണ്ട് പറഞ്ഞു, പഠിച്ചോനെ എന്നെ എത്ര സ്തുതിച്ചാലും മതി അവരെ. കാരണം ഒന്നുമല്ലാത്തടത്തുനിന്ന് ഇന്ന് കുറേ ആളുകൾക്ക് താങ്ങും തണലും ബിസ്മിക്ക് പറ്റിയല്ലോ, ഈ തന്ന ഔദാര്യം കൊണ്ടാണല്ലോ. ഈ വലിയോൻ തന്നെയാണ് എൻ്റെ പരിശുദ്ധി കുറേ വാഴ്ത്തി പഠിച്ചവന് കുറേ അൽഹംദുലില്ലാ പറഞ്ഞേ. കൂടുതൽ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചവൻ ഇനിയിപ്പോൾ 30-ാമത്തെ കൊല്ലത്തേക്ക് കിടക്കുകയാണ്. അടുത്ത ഞായറാഴ്ച, അതിപ്പോൾ ഇന്ന് വരുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റുമോ, ആയുസ് ഉണ്ടാവുമോ, ആരോഗ്യം ഉണ്ടാവുമോ, പൈസ ഉണ്ടാവുമോ, ആളുകളോടൊക്കെ എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ. അപ്പോഴാണ് 21-ാം തീയതി ഞങ്ങളൊക്കെ ലൈനിൽ പോയി വന്നപ്പോൾ കരളലിക്കണ കുറേ കാഴ്ചകൾ കണ്ടിരുന്നു. അതിൽ ഭർത്താവ് 2 മണിക്ക് ഗൾഫിലേക്ക് പോവും, ഉച്ചക്ക് 11 മണി പെട്ടിയൊക്കെ കെട്ടിവെച്ച് 11 മണിയായപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ വരാറിഞ്ഞു പോയി, കുറച്ച് കാണാനില്ല. അപ്പോൾ എന്തോ പറ്റിയ ആസ്പത്രിയിലാണ്, പിന്നെ കിട്ടുന്ന ഒരു മെഡിക്കൽ കോളേജിലാണ്, പിന്നെ കിട്ടുന്ന വരും ആൾ മരിച്ചിട്ടുണ്ട്, മയ്യത്തുണ്ട് കൊണ്ടുവരും വന്നു. ഗൾഫ് കോള പെട്ടി അവിടെ ഉണ്ട്. ആ സഹോദരി ഇറങ്ങി വന്ന് ഒരു സ്റ്റെപ്പ് കയറാണ്ട് ഇവരെല്ലാവരും കയറിപ്പോയി. ആ സഹോദരി മോളും ഇവരൊക്കെ ഇവിടെ ഇറങ്ങി വന്നു. അപ്പോൾ അതിങ്ങനെ പറയാണ്, പെട്ടി കെട്ടി വെച്ചിരുന്നു, ഗൾഫിക്ക് പോകാനുള്ള പെട്ടി. 2 മണിക്കാണ്ട് പുറപ്പെടേണ്ടത്. അവിടെ 2 ചെറിയ കുട്ടികളുണ്ട്. വേറൊരു ക്വാർട്ടേഴ്സ് കയറി നോക്കിയപ്പോൾ ആ ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോൾ ആവശ്യം കൊണ്ട് പോയി, യുദ്ധം കഴിഞ്ഞിട്ടില്ല, ഇന്നൊക്കെ 53 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അവിടെ വന്നത് യുദ്ധം ഇരിക്കുന്നിടത്ത് ഇറങ്ങിപ്പോകുന്നതാണ്. 3 കുട്ടികളെ ഭക്ഷണം കൊടുക്കണമല്ലോ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ യുദ്ധം നിന്ന് ഇറങ്ങി പോന്നിട്ടാണ് ഞാൻ ബിസ്മിക്ക് ആദ്യമായിട്ട് വന്ന് കാലുകുത്തിയത്. അത് വന്നിട്ട് വീണ്ടും ഞാൻ യുദ്ധം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്, ഞാൻ യുദ്ധം തുടരുകയാണ്. അപ്പോൾ ഒരു മാളിൻ്റെ മുകളിലാണ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഒരു കീപ്പിട്ട് ഇറങ്ങി വന്നു. 53 ദിവസമായിട്ടുള്ള ഭർത്താവ് മരിച്ചിട്ട് 3 മക്കളുണ്ട്. വാടക കൊടുക്കണം, ഭക്ഷണം കഴിക്കണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം. മറ്റൊരു സഹോദരിൻ്റെ വീട്ടിൽ പോയപ്പോൾ നല്ല പോണ ഒരു ഏർപ്പാട്, ഒരു ബിസിനസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ഉള്ളതുകൊണ്ട് ഒപ്പിച്ച് പോണ ഒരു ബിസിനസ്. കടടച്ച് പോകുമ്പം വണ്ടി തട്ടി മരിച്ചുപോയി. 3 കുട്ടികളാണ്. 1000 റുപ്യേൻ്റെ ഒരു കോട്ടേഴ്സിലാണ് കുറേ കയറി പോകണം. 1000 റുപ്യേൻ്റെ കോട്ടേഴ്സ് 3 ആൾ താമസിക്കുന്ന കോട്ടേഴ്സിൻ്റെ വലുപ്പവും സൗകര്യമൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും, അതാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു, പഠിച്ചോനെ ഇവരൊക്കെ ഇപ്പോൾ അടുത്ത ആഴ്ച വരുമല്ലോ, പൈസ വേണമല്ലോ, എന്താപ്പോൾ. പക്ഷെ 29 കൊല്ലമായിട്ടും കുഴക്കിയിട്ടൊന്നുമില്ലല്ലോ. ഈ വലിയോൻ തന്നെയാണ്, പഠിച്ചോനെ പൈസ ഒക്കെ ഇറക്കി തരണം, ഇത്ര ആളുകൾക്ക് താങ്ങും തണലായി ബിസ്മി നിലനിർത്തി തന്നെ എന്നിങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്തിൻ്റെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ബഷീറൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിൻ്റെ ഇടപെടുന്ന രീതി, പഠിച്ചോ നമ്മളൊക്കെ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഓരോ രീതികൾ, അള്ളാഹിൻ്റെ മുന്നിൽ നമ്മളെ ആവശ്യങ്ങൾ ആ രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ കണ്ട വേദനകൾ പഠിച്ച റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിച്ചാൽ പഠിച്ചു ഉണ്ടാക്കുന്ന തുറവികളാണ്. അപ്പോൾ ഒന്ന് കാണേണ്ടതിന് കുറച്ച് പൈസ തരാറുണ്ട്. പെട്ടെന്ന് സന്തോഷം സങ്കടമൊക്കെ വന്ന് വണ്ടിയിൽ ഫ്ലാസ്കിൽ വെള്ളം എടുത്ത് കുടിച്ച് സങ്കടം വന്നുപോയി. പഠിച്ചോനെ ഇത്ര പെട്ടെന്നൊക്കെ ഇന്നലെ കണ്ട വേദനയ്ക്ക് ഇന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കുമല്ലോ. അപ്പം ഞാൻ വേഗം കോഴിക്കോടേക്ക് പോകാതിരിച്ചു. അപ്പോൾ കോഴിക്കോടേക്ക് പോകുന്ന നേരത്ത് കാർസേവനെ വിളിച്ച്, കാർസേവൻ എന്താ വർത്താനം വെച്ചു, സുഖമാണ്, ചായ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പറഞ്ഞത്. തുടങ്ങി വെച്ചില്ല, ചായ മുന്നിലെത്തിട്ട് തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പൈസ ഇട്ടും കോഴിക്കോട് നിന്നാണ് പറഞ്ഞത്. എന്നാൽ ചായ വേണ്ടാറിഞ്ഞു മൂപ്പര്. എന്നാൽ ചായ വേണ്ട നിങ്ങളോട് വെച്ചു, ഞാൻ പള്ളിയിലാണ് പറയാം, എന്നാൽ ഞാൻ ചായ നിർത്തി, നിങ്ങൾ ബസ്സറിലെത്തുമ്പോൾ ഞാൻ ബസ്സറിലെത്തും, ചായ വേണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഞങ്ങൾ കോഴിക്കോടുക്കുള്ള യാത്രയിലാണ്. അപ്പോൾ കാർസേവോട് പറഞ്ഞു, ചായ ഇപ്പോൾ പോയല്ലോ, ഇനിയിപ്പോൾ എന്താ കാട്ട് വെച്ച്. ചായ ഒന്നും പ്രശ്നമില്ല, പൈസ ഇട്ടാണെങ്കിൽ ചായ കുടിച്ചാക്കാം, നിങ്ങൾ വിട്ടുവഴി വണ്ടി പറഞ്ഞത്. അപ്പോൾ ഞാൻ കോഴിക്കോട് വിട്ട്. അപ്പോൾ ഉണ്ട് മെഡിക്കൽ ഓഫീസർ വിളിക്കണേ, ഇവിടെ വെച്ച് ഇങ്ങനെ കോഴിക്കോട് പോകണേ പറഞ്ഞേ, ചായ കുടിച്ച് വെച്ചില്ല പറഞ്ഞേ.
എന്നാൽ ശരി, ഫുള്ള് ചായ, ഏറ്റവും നല്ല ചായയും കടിയും കുടിച്ചിട്ട് പോന്നാൽ മതി തന്നെ, ബില്ല് ഞായറാഴ്ച അടക്കുന്നത്. അപ്പം ബില്ല് മെഡിക്കൽ ഓഫീസർ അടക്കാന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ പോയി. അപ്പോൾ അയാൾ ഭയങ്കര തക്കാരം, നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന ചായ കുടിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ചായഞ്ഞ് കുടിച്ചുവിടാറുണ്ട്, വെച്ചാൽ ഇനിയിപ്പോൾ 2 ഒപ്പം കുടിച്ചിട്ടുണ്ടായി. അപ്പോൾ അയാളോട്, അപ്പോൾ ഒരു ചായ നിർത്തിച്ച് കാർ സാഹിബ് ഓടിയപ്പോൾ കോഴിക്കോട് നിന്ന് നിർബന്ധിച്ച് ഒഴിവാക്കി പോന്ന്. കാരണം ഇവിടെ ഏതായാലും നമ്മളെ ഓഫീസർ ചായ കുടിച്ചരിച്ച്. അപ്പോൾ ഇത് 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, ഇത് അവിടെ വെച്ചോളിട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് കോഴിക്കോട് നിന്ന് തരുന്ന സമയത്ത് വാങ്ങുമ്പോൾ കൈ വരച്ചുപോയി. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം യത്തീമക്കളതാണ്. നമ്മൾ ഏറ്റെടുത്തത് ഭർത്താവിൻ്റെ തണൽ നഷ്ടപ്പെട്ട സഹോദരിമാരതാണ്. നമ്മൾ ഏറ്റെടുത്തത് നാളത്തെ ഡയാലിസിന് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് കടലിൽ നിന്ന് മീനിനെ പിടിച്ച് കരയ്ക്കിട്ടാൽ പടക്കണത് പോലെ സമയം തെറ്റി പടക്കണ ഒരുപാട് മനുഷ്യന്മാരാണ്. ഈ ആദ്യ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരെ മുന്നിൽ കാണുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ പഠിച്ചോനെ എന്ന് ചോദിക്കുമ്പോൾ പഠിച്ചോനെ ഇടപെടുന്ന രീതികളാണ്. ആ സഹോദരൻ പിടിച്ച് 1 ലക്ഷം ഉറുപ്പ്യ ക്യാഷായിട്ട് തന്നിട്ട് നിങ്ങൾ എന്താണോ അത്യാവശ്യം ചെലവഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് 2 കൈയും കൂട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ എന്തോ ഒരു നന്മ നമ്മൾ ആ ആൾക്ക് ചെയ്തു കൊടുത്തതുപോലുള്ളൊരു വിനയം. ഇവിടെ നമ്മളൊക്കെ പഠിക്കേണ്ടത് 1 ലക്ഷം ഉറുപ്പ്യ തരുമ്പോൾ നമ്മൾ മൂപ്പർക്ക് എന്തോ ഉപകാരം ചെയ്തു കൊടുത്തതുപോലെ ആ പൈസ ചുറ്റിപ്പിടിച്ച് എന്നിട്ട് വണ്ടി ഒത്ത ടൗണിലാണ് വണ്ടിയൊക്കെ നിർത്തി നമ്മളിങ്ങോട്ട് വിടാനൊക്കെ നിന്ന് ഞങ്ങൾ പോണത് വരെ ആ മനുഷ്യൻ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പിന്നെ പൈസ തന്ന ആൾ കിട്ടിയ നമ്മളല്ല. ഇവിടെയൊക്കെയാണ് നമ്മളെ പാഠം. നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തി അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ കൺകുളിർമുള്ള കുറേ അനുഭവങ്ങളെല്ലാം നമുക്ക് തരും. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് 29 കൊല്ലത്തെ നമ്മുടെ ജീവിതാനുഭവം. നമ്മളൊരാളെ പോരല്ല, ആ ആളുകളും പഠിച്ച റബ്ബും തമ്മിലൊരു ബന്ധമാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് അംഗീകാരമൊന്നും ഇല്ല. കാരണം നമ്മൾ അതിൽ വലിയ അധ്വാനിക്കണില്ല. 1 ലക്ഷം തരുമോയെന്ന് നമ്മളൊരാൾക്ക് പോയി ചോദിച്ചിട്ടില്ല. ഇന്ന് മീൻ തരുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്ന് ഫ്രൂട്ട്സ് തരുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്ന് ആട് തരുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ നമ്മുടെ മനസ്സിനുള്ളിൽ നിന്നൊരു വേദന ഉണ്ടെങ്കിൽ പടച്ചോനെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്, ഇവർക്കൊക്കെ ആശ്വാസം നൽകാനുള്ള വിഭവങ്ങളുടെ ഒരുക്കി തരുന്ന പടച്ചോനെ എന്ന് പറഞ്ഞാൽ അത് ഇറക്കി തരുന്നൊരു പടച്ചോനാണ്. ആ ഒരു റബ്ബിനെ തവക്കുലാക്കിയുള്ള 29 കൊല്ലത്തുള്ള യാത്രയിൽ ഇന്നോളം അടിവരട്ട് വരെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം പൈസ ഇല്ലാതിൻ്റെ പേരിൽ 1 സെക്കൻഡ് സമയം പോലും നമ്മൾ വിരൽ കടിക്കാനോ കണ്ണിൽ വെള്ളം നിറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടക്കാർക്ക് പൈസ കൊടുക്കാൻ സാധനം വാങ്ങിക്കൊടുത്തു കടക്കാരൻ വരുമല്ലോ എന്നുള്ള രീതിയിൽ നെഞ്ഞത്ത് കൈ വെക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ വലുപ്പത്തരാണ്, അള്ളാഹുവിൻ്റെ കഴിവാണ്. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടൊരു വഴി ആയതുകൊണ്ട് പടച്ചോൻ തന്നൊരു വഴികളാണ് ഈ കാണുന്നത്. അതിൽ നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തുക എന്നുള്ളത് മാത്രമാണ്. ഈ പ്രശ്നങ്ങളിൽ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളൊരു മനസ്സും നമുക്കുണ്ടായാൽ സഹായിക്കാൻ പടച്ചോൻ